ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞും തൂത്തുമൊക്കെ തരാനുണ്ടെങ്കിൽ ആളുണ്ടെങ്കിൽ ഉറങ്ങാൻ എന്ത് രസമാ. ഉച്ചയ്ക്ക് തൂണും കഴിഞ്ഞ് ഉറക്കത്തിന് ഒരാളിങ്ങനെ അടുത്തിരുന്ന് ഉണ്ടോ ചൊറിഞ്ഞും തലോടിയൊക്കെ തന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ഉച്ചയുറക്കം നടത്താം. ഉച്ചയൂണം കഴിഞ്ഞ് കുറിഞ്ഞിക്ക് ഉറങ്ങുമ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ അടുത്തുണ്ട് ചൊറിഞ്ഞു തരാനെങ്കിൽ കുറിഞ്ഞിക്ക് ഇതിൽ പരം ആനന്ദലബ്ധിക്കിനി എന്തു വേണം. ഉണ്ടോ അങ്ങനെ തോത്തും ചൊറിഞ്ഞുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറിഞ്ഞി നഖം അങ്ങ് ഒളിപ്പിച്ച് വെക്കും. അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ നഖം പുറത്തേക്കെടുക്കും, മാന്തും. ഇപ്പം കണ്ടോ കുറിഞ്ഞിക്ക് നാക്കുമില്ല, പല്ലുമില്ല, കണ്ണുമില്ല, മൂക്കുമില്ല. കുറിഞ്ഞി ഉറക്കമാണ്. തീറ്റയും കഴിഞ്ഞ ഉച്ചയൂണും കഴിഞ്ഞ് ഉറക്കമാണ് കുറിഞ്ഞി. ഇങ്ങനെ 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 അങ്ങനെയും പിന്നെ ഇങ്ങനെയും പിന്നെ അങ്ങനെയും പിന്നെ ഇങ്ങനെ അങ്ങനെയൊക്കെയാണ് കുറിഞ്ഞിയെ ചൊറിയേണ്ടത്. ഉണ്ടോ കുറിഞ്ഞി തിന്നേച്ച് കിടന്നുറങ്ങുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ അടുത്തിരുന്ന് വീശിത്തരാനും ചൊറിഞ്ഞു തരാനും ഒക്കെ വേണം. കുറിഞ്ഞി നിസ്സാരക്കാരത്തി അല്ലല്ലോ. ഇപ്പം കൊണ്ടോ കുറിഞ്ഞിയെ ആരും ഒന്നും ചെയ്യൂല. കണ്ണും തുറന്ന് നോക്കിയാലോ. ചൊറിച്ചിലും തലോടലും ഒക്കെ നിർത്തിയോ? ഇതാ പറ്റിയിരിക്കുന്നത് കുറിഞ്ഞിയെ. കുറിഞ്ഞോടേ കണക്ക് പറഞ്ഞു. കുറിഞ്ഞ് കിടന്നുറങ്ങിക്കോ, ഞാൻ തൂത്തോണ്ടിരുന്നോളാം, ചൊറിഞ്ഞോണ്ടിരുന്നോളാം എന്നൊക്കെ പറയും. കുറിഞ്ഞി ഉറങ്ങുന്ന പാട്ടോ. കുറിഞ്ഞി ഉറങ്ങിയെന്നോർത്താണ് കുറിഞ്ഞിയെ പറ്റിച്ചത്. കുറിഞ്ഞി ഉണർന്ന് കിടക്കുക. കൂലി കൊടുക്കുന്നതല്ലേ, കുറിഞ്ഞിയെ പറ്റിക്കുന്നുണ്ടോയെന്നൊന്ന് അറിയണം. ഇനിയും കളിപ്പിച്ച് വെച്ച് കുറിഞ്ഞിയുടെ അടുത്തോട്ട് വന്നാൽ കുറിഞ്ഞിയുടെ നഖം വെളിയിലെടുക്കും കുറിഞ്ഞി. അങ്ങനെ തൂത്ത് ഇനിയിപ്പം സ്വപ്നം കണ്ടോളാം. അന്നേരം തൂക്കുന്നതായിട്ട് സ്വപ്നം കണ്ട് കിടന്നോളാം.